എല്ലാം 12 ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ വായിക്കാൻ പോവുകയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ പോവുകയാണ്. 10 അക്കങ്ങളാണ് നമുക്കുള്ളത്. അക്കങ്ങളുടെ എണ്ണം 10 ആണ്. 1 2 3 4 5 6 7 8 9. 0 ഒരു ഡിജിറ്റ് ആണ്. ശരി, രണ്ടാമത്തെ ചോദ്യം. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? 99. When we write from 1 to 100, how many times 1 is repeating? മലയാളവും വായിച്ചോളൂ. 1 മുതൽ 100 വരെ 1 എത്ര തവണ ആവർത്തിക്കുന്നു? 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 1 എത്ര തവണ ആവർത്തിക്കുന്നു എന്നാണ് ചോദ്യം. പറയൂ, എത്ര തവണ ആവർത്തിക്കുന്നു? 21. 21 ടൈംസ് ആണ്. 21 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അതെല്ലാ അക്കങ്ങളും ആവർത്തിക്കുന്നത് നോക്കി മനസ്സിലാക്കി വെക്കുക. 21 തവണയാണ് 1 ആവർത്തിക്കുന്നത്. ആദ്യത്തെ 3 ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മൾ പറഞ്ഞു. ഹൗ മെനി ഡിജിറ്റ്സ്? 10 ഡിജിറ്റ്സ്. ലാർജസ്റ്റ് ഡിജിറ്റ് 99 പറഞ്ഞു, 2 ഡിജിറ്റ്. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 1 ആവർത്തിക്കുന്നത് 21 തവണയാണ്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന അക്കം 1 തന്നെയാണ്. ബാക്കി 0 11 തവണയും ബാക്കിയുള്ള എല്ലാ അക്കങ്ങളും 20 വീതവുമാണ്. അത് പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കുന്ന ചോദ്യമാണ്. അത് മനസ്സിലാക്കി വെക്കണം. മുഹമ്മദ്, 4ാമത്തെ ചോദ്യം വായിക്കും. Which is the largest 4-digit number? മലയാളം. 9999. മലയാളത്തിൽ ചോദ്യം വായിക്കും. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത്? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഞങ്ങളോട് ചോദിക്കുന്നത് ഇത്രയും ചെറിയ ചോദ്യം? എന്താ, ചെറിയ ചോദ്യം പഠിച്ചാണ് നമ്മൾ വലിയ ചോദ്യത്തിലേക്ക് പോവുക. ശരി, പറയൂ മകനെ, ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? 9999. 9999 ആണ്. 9999 ഇതാണ്. ശരി, ഇതുവരെ ഈ 4 ചോദ്യങ്ങൾ വരെ പിന്നിട്ടപ്പോൾ ആ 4 ചോദ്യങ്ങളും ശരിയായ കുട്ടികൾ പേര് പറയും. മുഹമ്മദ് റഷ്ദാൻ. ഫർമിൻ. പിന്നെ ആതിഫ്. ആർദ്ര. ഇനി ഋതുദേവിനോടാണ് എന്റെ ചോദ്യം. ഋതുദേവ്, 5ാമത്തെ ചോദ്യം വായിക്കും. What is the difference between the largest 4-digit number and the smallest 4-digit number without repeating the digits? ഈ ലാർജസ്റ്റ് 4-digit നമ്പർ റിപ്പീറ്റ് ചെയ്യാത്തത് ഏതാണ്? 9876. 9876. സ്മോളസ്റ്റ് 4-digit നമ്പർ റിപ്പീറ്റ് ചെയ്യാത്തത് ഏതാണ്? 1023. 1023. 0 ഒരു ഡിജിറ്റ് ആണ്. 1023 ആണ് റിപ്പീറ്റ് ചെയ്യാത്തത്. എന്താണ് ചോദിച്ചത്? ഇവർ തമ്മിലുള്ള വ്യത്യാസമല്ലേ ചോദിച്ചിരിക്കുന്നത്? ഡിഫറൻസ് അല്ലേ? എത്രയാണ് കിട്ടിയിരിക്കുന്നത് ആതിഫ്? 853. 8853 ആണ്. ശരിയാണ്. ഫർമിൻ, കേൾക്കാമോ? കേൾക്കാം. ആദ്യത്തെ ചോദ്യം ഒന്ന് വായിക്കും. How many 2-digit numbers are there? എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് മോളെ? പറയൂ. മോളാണോ മോനാണോ? മോനാണ്. പറയൂ, എത്ര സംഖ്യകളുണ്ട്? പോലെ 90 രണ്ടക്ക സംഖ്യയാണ്. ശരിയാണ്. 90 എണ്ണാണുള്ളത്. 90 രണ്ടക്ക സംഖ്യ. ശരിയാണോ മുഹമ്മദ് റസ്താൻ? 91 അല്ലേ?
91 ഉണ്ടോ? 91ാമത്തെ ഏതാ? 91 ഉണ്ടോ അല്ലെ 90 ഉണ്ടോ? ഉറപ്പിക്ക്. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? 90 ആണോ 91 ആണോ? 90. 90 ഉള്ളൂ മുഹമ്മദ് റസ്താൻ. കാരണം രണ്ടക്ക സംഖ്യയിൽ ഏറ്റവും വലുത് 99 ആകുമ്പോൾ, രണ്ടക്ക സംഖ്യയിൽ ഏറ്റവും വലുത് 99 എന്ന് നമ്മൾ പറയുമ്പോൾ, ഒരക്ക സംഖ്യയിലെ ഏറ്റവും വലിയായ 9 അങ്ങോട്ടങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ 90 രണ്ടക്ക സംഖ്യകളാണ് നമുക്കുള്ളത്. ഇനി സംശയം ഉണ്ടെങ്കിൽ 10 മുതൽ 99 വരെ ഒന്ന് എഴുതി നോക്കിയാൽ മതി. 99 10 മൈനസ് ചെയ്താൽ എത്രയാണ് മുഹമ്മദ് റസ്താൻ? 89. 89 ആ 10ആയ 1 കൂട്ടിയാൽ എത്രയാണ്? 90. അപ്പോൾ രണ്ടക്ക സംഖ്യയുടെ എണ്ണം 90 ആണ്. ഇനി മുഹമ്മദ് റസ്താനോട് എന്റെ ചോദ്യം ഇതാണ്. രണ്ടക്ക സംഖ്യയിലെ 90 വരുമ്പോൾ അതില് 11നും 22നും 33 പ്രത്യേകതകളുണ്ട്. എന്താണ് ഈ സംഖ്യയുടെ പ്രത്യേകത മുഹമ്മദ് റസ്താൻ? ഒന്ന് 2 പ്രാവശ്യം ഇവിടെ വന്നു, 2 ആവർത്തിച്ചു, 3 ആവർത്തിക്കുന്നു. അപ്പം നിങ്ങളോട് അടുത്ത ചോദ്യം വരുന്നു, അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന എത്ര രണ്ടക്ക സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന എത്ര രണ്ടക്ക സംഖ്യ ഉണ്ട് എന്ന് ചോദിച്ചാൽ മറുപടി എന്താണ്? 81. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? 90ൽ നിന്ന് ആവർത്തിച്ച് വരുന്ന രണ്ടക്ക സംഖ്യകൾ എത്ര ഉണ്ട്? 9 അല്ലേ സാറേ? അതായത് 11, 22, 33, 44, 55, 66, 88, 99, 3, 4, 5, 6, 7, 8, 9, 99. അപ്പൊ ഈ 9 അങ്ങ് മൈനസ് ചെയ്താൽ മതി. 81. അപ്പോൾ 81 എണ്ണം. ഇതൊക്കെ സ്ഥിരം LSSന്റെ കുട്ടികളോട് ചോദിക്കുന്നതാണ്. ആ LSSന്റെ മുന്നറിവുകൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ഈ ചോദ്യം ഞാൻ തന്നിരിക്കുന്നത്. അടുത്ത പേജിലേക്ക് പോകാം. ഇതുവരെ മറുപടി പറയാത്ത ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വരൂ. അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യം വായിക്കൂ. ആത്തിഫ്. What is the sum of the first 10 consecutive natural number? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ തുക എത്ര? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ തുക എത്ര എന്നാണ് ചോദ്യം. എത്രയാണ് മോനെ? 55 സാർ. 55 ശരിയാണ്. 55 ആണ്. കണ്ടുപിടിക്കുക. 10 × 11/2 ആണ്. 10 × 11/2 രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഒന്ന്, 10 × 11/2 ചെയ്യുമ്പോൾ 10നെ പകുതിയാക്കാം, ഈവൺ നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ 5 × 11 കിട്ടും. അങ്ങനെ 55 കിട്ടും. ശരിയായി. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം വായിക്കൂ ഫെർമിൻ. What is the sum of consecutive natural numbers from 11 to 40? എത്രയാണ്? 865. മലയാളം ഒന്ന് വായിച്ച അതിന്റെ. 11 മുതൽ 40 വരെയുള്ള എണ്ണസംഖ്യകളുടെ തുക എത്ര? 11 മുതൽ 40 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ് കണ്ടെത്തിയത്? പറയൂ. 865 ആണ് സാർ. അത് ശരിയല്ല എന്ന് മുഹമ്മദ് റസ്താൻ പറയുന്നു. ശരിയല്ലല്ലോ അല്ലേ മുഹമ്മദ്? യെസ് സാർ, ശരിയല്ല. ശരിയല്ല. അതുകൊണ്ടാണ് 2 വര ഇവിടെ വീണത്.
ശരിയായ ആൻസർ ഏതാണ്? ഒരു കുട്ടി പറയൂ. 820. 775. പല ഉത്തരവും പറയുന്നു. കൃത്യമായിട്ട് പറയൂ ഒരാള്. 775. സാറേ ഒരു 100 കൂടെ കുറയ്ക്കാനുണ്ടായിരുന്നു. ബാക്കി കേൾക്കുന്നില്ല. 765. 765 ഇതാണ് ശരി. ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണേ പറയാം. വേണോ? 765 കിട്ടുന്നത് 2-3 വഴിയിൽ ചെയ്യാം. ഒരു വഴി ഇതാണ്. ആദ്യത്തെ സംഖ്യ 11, രണ്ടാമത്തെ സംഖ്യ 40. ഇവ തമ്മിൽ കൂട്ടുക. എത്രയാണ് ആത്തിഫ് ഇവ തമ്മിൽ കൂട്ടിയാൽ? 11ഉം 40ഉം കൂട്ടിയാൽ എത്രയെന്ന് അറിയില്ലേ? 51 sir. 51. 51. അതിനവിടെ നിർത്തുക. അതവിടെ നിൽക്കട്ടെ. അടുത്ത ജോലി ആത്തിഫെ, 11 മുതൽ 40 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് അറിയാൻ 40 നിന്ന് 11 മൈനസ് ചെയ്യേണ്ടത്, 10 മൈനസ് ചെയ്യേണ്ടത്. 40 നിന്ന് തലേത്ത ആളെ മൈനസ് ചെയ്യണം. 11ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാണ്? 10. 10. 40 നിന്ന് 10 മൈനസ് ചെയ്തത് എത്രയാണ്? 30. അപ്പോൾ 11 മുതൽ 40 വരെ നമുക്ക് 30 സംഖ്യകൾ ഉണ്ട്. 11 ഉൾപ്പെടെയാണ്. 11 മുതൽ 40 വരെ എന്ന് പറഞ്ഞാൽ 11 ഉൾപ്പെടെയാണ്. 11 40 ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ 11 പെടൂല, 40 പെടൂല. നിങ്ങൾ ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ബിറ്റ്വീൻ 11 and 40, അതിന്റെ അർത്ഥം 11ഉം പെടൂല, 40ഉം പെടൂല. 11 to 40 അതിന്റെ അർത്ഥം 11 മുതൽ 40 വരെ പെടും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ഒരു വാക്കിന്റെ അർത്ഥവ്യത്യാസം കൊണ്ട്, അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് ചില ചോദ്യങ്ങൾ നമുക്ക് തെറ്റിപ്പോവാറുണ്ട്. ഇവിടെ 11 മുതൽ 40 വരെ 11 ഉൾപ്പെടണമെങ്കിൽ 10 മൈനസ് ചെയ്താലേ നിങ്ങൾക്ക് 11 അവിടെ കൊള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ 11 മൈനസ് ചെയ്തോളൂ, 1 അവസാനം കൂട്ടണം. അങ്ങനെയും ചെയ്യാം. 40 11 മൈനസ് ചെയ്തിട്ട് 1 കൂട്ടുന്നതിന് പകരമാണ് 11 തലേത്താളം കുറച്ച് കളിയ. ആത്തിഫേ 30 കിട്ടിയില്ലേ? 30 കിട്ടി. 30 കിട്ടി. 30ന്റെ പകുതി എത്രയാണ്? 15. നേരത്തെ ഒരു 51 ഇവിടെ ഇട്ടിനോ? ആ 51 എങ്ങനെയാണ് കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? 11 + 40. ഈ 11 ഏത് സംഖ്യ? ഫസ്റ്റ് നമ്പർ അല്ലേ? 40 ലാസ്റ്റ് നമ്പറും അല്ലേ? അപ്പൊ ലാസ്റ്റ് നമ്പറും ഫസ്റ്റ് നമ്പറും നമ്മൾ കൂട്ടി 51 കിട്ടി. പിന്നീട് എത്ര നമ്പർ ഉണ്ട് നോക്കൂ, അതിനെ പകുതിയാക്കി. അങ്ങനെ 15നെ 51 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ഇവിടെയും നിങ്ങൾക്ക് ചില എളുപ്പങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സ് ചെയ്യാം. 15നെ 51 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനുള്ള എളുപ്പമാർഗം എങ്ങനെയാണ്? ആർക്കെയും പറയാൻ പറ്റുമോ? 15 × 51 പറയും. എന്താ എളുപ്പമാർഗം? ആദ്യം 15നെ 50 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? അവസാനം ഒരു 0 ചേർക്കുക. 5 കൊണ്ട് ഗുണിച്ചിട്ട് 75ന്റെ കൂടെ ഒരു 0. പിന്നെ 15നെ 1 കൊണ്ടും ഗുണിക്കുക. ഇപ്പൊ 51 കൊണ്ട് ഗുണിച്ചാൽ തുല്യായി. ഒരു 15. ഇതാണ് മനസ്സിൽ ഗുണിക്കുക എന്ന് പറയുന്നത്. അപ്പൊ 765. എത്ര പേർക്ക് 765 കിട്ടിയിട്ടുണ്ട്? മുഹമ്മദ് റസ്ദാൻ. പിന്നെ സാന്ധ്യരാഗിനോടാണ് അടുത്ത എന്റെ ചോദ്യം. 9ാമത്തെ ചോദ്യം വായിക്കും. How many natural numbers are between 1 and 100? 1നും 100നും ഇടയിൽ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്? പറയൂ. Sir, 98 ആണ്. എന്താ ഒരു സംശയം? എത്ര ഉണ്ട് മുഹമ്മദ് റസ്താൻ? 98. അപ്പം മോനെ കിട്ടിയില്ലേ? 98 കിട്ടിയില്ലേ? എന്താ കുട്ടീന്റെ പേര്? സാന്ധ്യരാഗ്.
സാന്ത്യരാഗ് 98 ശരിയാണ് കേട്ടോ. Okay, sir. സാന്ത്യരാഗ് അടുത്ത ചോദ്യം വായിക്കും. How many numbers are there from 10 to 31? 10 മുതൽ 31 വരെ എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദ്യം. പറയൂ. 22 ആണ് sir. 22 ആണ് ശരി. കാരണം 31 നിന്ന് 10 അല്ല മൈനസ് ചെയ്യേണ്ടത്, 31 9 മൈനസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് 22 കിട്ടും. ഇനി അഥവാ നിങ്ങൾ 31 10 മൈനസ് ചെയ്യുന്നതെങ്കിൽ മറക്കരുത് അതിന്റെ കൂടെ 1 കൂട്ടാൻ. ആ 1 ആരാണ്? നിങ്ങൾ ഈ പറഞ്ഞ 10. അപ്പോൾ 22. മുഹമ്മദ് റസ്താന് മനസ്സിലായോ? യെസ് സാർ, മനസ്സിലായി. അപ്പം ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ തട്ടിക്കളയുന്ന ചില ചോദ്യങ്ങളാണ്. ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം വായിക്കും മുഹമ്മദ്. Sum of 5 consecutive natural number is 200. What will be the least number? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 200 ആണ്. ചെറിയ സംഖ്യ ഏതാണ്? 5 എണ്ണൽ സംഖ്യയുടെ തുക 200 ആണ്. ചെറിയ സംഖ്യ ഏതാണ് മുഹമ്മദ്? 38. ഓ 38. എങ്ങനെയാ കിട്ടിയത്? പറയൂ. സാർ അത് 5 എന്ന് പറയുമ്പോൾ 5 ന്ന് 1 മൈനസ് ചെയ്തിട്ട് അതിനെ പകുതിയാക്കാം. അപ്പം 2 കിട്ടും. 200നെ 5 കൊണ്ട് ഹരിച്ചിട്ട് അപ്പം 40 കിട്ടും. 40ന്ന് 2 മൈനസ് 200നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 40 കിട്ടും. പിന്നെയോ 40ന്ന് 2 മൈനസ് ചെയ്യാം. ആ 2 നമ്മൾ ആദ്യം ചെയ്തു വെച്ച സാധനം അല്ലേ? 38. 5 എണ്ണൽ സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 5ൽ നിന്ന് 1 കുറച്ച് കളിയാ. 4നെ പകുതിയാക്കിയാണ് മാറ്റി വെക്കുക. 4ന്റെ പകുതി 2. പിന്നീട് നിങ്ങൾ 200നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾക്ക് 40 കിട്ടും. 40 നേരത്തെ 2 കുറയ്ക്കുക, 38 കിട്ടും. ഇത് നമ്മൾ ക്ലാസ് പറഞ്ഞതാണ് അല്ലേ? യെസ് സാർ. ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ ആരെയും ചെയ്തവരുണ്ടോ? 38 വേറെ ഏതെങ്കിലും രീതിയിൽ കിട്ടിയവരുണ്ടോ? ആരുമില്ല. പോട്ടെ, ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ മുഹമ്മദ്. Sum of 3 consecutive natural number is 333. What is the sum of first and last number? തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 333 ആണ്. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ കൂട്ടിയാൽ എത്ര? ശരി, 333 3 കൂട്ടിയിട്ട് തുടർച്ചയായിട്ട് കിട്ടുന്നതെങ്കിൽ ആ 333നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 111 ആണെങ്കിൽ ആ 111നെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 222 ആയിരിക്കും ആൻസർ. യെസ് സാർ. ഒന്നുകൂടി പറയാം. 333 ടോട്ടൽ കിട്ടുന്നു. 333നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 111 കിട്ടുന്നു. 111 ഇരട്ടി കാണുന്നു, 222 കിട്ടുന്നു. എത്ര പേർക്ക് 222 കിട്ടിയിട്ടുണ്ട്? മുഹമ്മദ് റഷ്ദാൻ. പിന്നെ ഇതാ മറ്റൊരു വഴി. 333നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 111നെ ഞാൻ ഇരട്ടിയാക്കുന്നതിന്റെ കാരണം നോക്കിക്കോളൂ. 222 നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും വേറെ വഴിക്കായിരിക്കും. 111 മിഡിൽ നമ്പർ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പുറത്തെ ആള് 110 എഴുതിയിട്ടുണ്ടാവും. തൊട്ടപ്പുറത്തെ ആള് 112 എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ 110 112 കൂടി കൂട്ടിയിട്ടുണ്ടാവും. 110 112 കൂടി കൂട്ടി എത്രയാ? 222. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചത് ആണോ അല്ലയോ? ആണ്. പക്ഷേ ഞാനെന്താ ചെയ്തത്? ഈ 111നെ ഞാനെന്താ ചെയ്തത്? ഡബിൾ ആക്കി 222. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 3 4 5 തുടർച്ചയായ സംഖ്യയാണ്. ഈ മിഡിൽ നമ്പർ ആയ 4ന്റെ ഇരട്ടി എത്രയാ? 8. 5 3 കൂട്ടി എത്രയാ? 8. 8.
അപ്പോൾ 5ഉം 3ഉം കൂട്ടുന്നതിന് പകരം ഈ നടുക്കുള്ള 4ന്റെ ഇരട്ടി എടുത്തോനെ. ഒന്നിപ്പുറം ഒന്ന് അപ്പുറം ഒന്ന്. റെഡി അല്ലേ? മുഹമ്മദ് റസ്താൻ പറഞ്ഞ മനസ്സിലാക്കിയോ? Yes, sir. എന്താ മനസ്സിലായേ? 5, 6, 7. 5, 6, 7. ഇതിൽ മിഡിൽ നമ്പർ ആരാ? 6. 6ന്റെ ഇരട്ടി എത്രയാ? 12. 12. 7ഉം 5 കൂട്ടിയ എത്രയാ? 12. 12. അപ്പൊ ഈ അറ്റത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ അതിന് തുല്യമാണ് 6ന്റെ മിഡിൽ നമ്പറിന്റെ ഇരട്ടി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചോദ്യങ്ങൾ 12 കഴിഞ്ഞു. 12ൽ 12ഉം ശരിയായ കുട്ടികൾ ഒന്ന് പേര് പറയാം. മുഹമ്മദ് റഷ്ദാൻ. പിന്നെ ആസിഫ് നദാൻ. ആതിഫ് നബാൻ. പിന്നെ മുഹമ്മദ് റസ്താൻ, ആതിഫ്. പിന്നെ ശരി, 12ൽ 5ൽ കൂടുതൽ കിട്ടിയ കുട്ടികൾ ഓരോരുത്തരെ പേര് പറയും. ആ പേര് അവിടെ ടൈപ്പ് ചെയ്യണം. മുഹമ്മദ് റസ്താൻ ആ പേര് ടൈപ്പ് ചെയ്ത് കൂടി അറിയിക്കുക. നിങ്ങൾ പേര് പറയുന്നു, നിങ്ങൾ തന്നെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർട്ട്. മുഹമ്മദ് റസ്താൻ നോക്കി ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, പറയൂ. യെസ്, ഓക്കെ. ആർദ്ര. ആർദ്ര. ഓ ആ, പിന്നെ ഒന്നും കേൾക്കുന്നില്ല. ശരി, ആ പിന്നെ സാന്ധ്യരാഗുണ്ടല്ലോ. സാന്ധ്യരാഗുണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചോദ്യങ്ങൾ വെച്ച് നമ്മൾ തുടങ്ങും. അത് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിച്ചു വരേണ്ടതായ ചോദ്യങ്ങളാണ്. കാരണം നിങ്ങൾക്കറിയാലോ, 2, 3, 4 വർഷം മുമ്പ് കോവിഡിന്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ പോകാനൊക്കെ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് അന്ന് കിട്ടേണ്ടതായ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യും. അതിനുശേഷം നമ്മൾ USSന്റെ യഥാർത്ഥ ക്ലാസ്സിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ക്ലാസ്സുകൾ USSന്റെ ക്ലാസ്സിന് USSന്റെ കുട്ടികൾ മാത്രം പങ്കെടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ന്യൂമാത്സിന്റെയും NMMSന്റെയും കുട്ടികൾ അതിൽ കയറാറുണ്ട്. അതിനകത്ത് വിരോധവും ഇല്ല. പക്ഷേ USS എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് അറിയിക്കുമ്പോൾ അത് USSന്റെ ക്ലാസ്സുമായി ആയിരിക്കുമെന്ന് ധരിക്കുക. കണക്കിന് പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത ഒന്നുമില്ല. എല്ലാ സ്കോളർഷിപ്പ് പരീക്ഷകളിലും മിക്സഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് NMMS കുട്ടികൾ ഇതിൽ കയറിക്കോട്ടെ എന്ന് പറയുന്നത്. ഇനി തിരിച്ച് NMMSന്റെ ക്ലാസ് നടക്കുമ്പോൾ ഒരു കുട്ടിക്ക് തോന്നുകയാണ്, എനിക്ക് അതും കൂടി ഒന്ന് അറിയണം. മെന്റൽ എബിലിറ്റി ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതും എങ്ങനെയാണെന്ന് അറിയണം. നല്ല രസമാണ്. മെന്റൽ എബിലിറ്റിയിലെ ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ട്രയാങ്കിൾസ് ആർ ദേർ എന്നുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെ സ്റ്റാർ വരച്ചിട്ട് ട്രയാങ്കിളിന്റെ എണ്ണം എത്ര എന്നൊക്കെ ചോദിക്കുന്നത്. അതും നിങ്ങൾക്ക് കണക്ക് പഠിക്കാൻ എളുപ്പമാവും. അപ്പം നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും ഈ NMMSയുടെ ക്ലാസ് വരുന്ന വിവരം അറിയിക്കും ഞാൻ. നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഫസ്റ്റ് 10 consecutive whole numbers. ചോദ്യം ഒന്ന് വായിച്ചു. What is the sum of first 10 consecutive whole numbers? മലയാളം പറയാൻ പറ്റുമോ? ആർക്ക് ഇതിന്റെ മലയാളം പറയാൻ പറ്റുമോ? ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? ഹോൾ നമ്പറിന്റെ മലയാളം അഖണ്ഡ സംഖ്യകൾ എന്നാണ്. ഹോൾ നമ്പർ സ്റ്റാർട്ട് വിത്ത് എ ഹോൾ എന്നാണ്. 0, 1, 2 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളും അതിന്റെ തുടക്കത്തിൽ 0 കൂടി വന്ന് കുടുങ്ങിയാൽ അതിന്റെ പേര് അഖണ്ഡ സംഖ്യ എന്നാണ്. നിങ്ങളോടുള്ള ചോദ്യവും അതാണ്. ആദ്യത്തെ 10 ഹോൾ നമ്പേഴ്സിന്റെ സം എത്രയാണ് എന്നാണ് ചോദ്യം. ഇതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് തരികയാണ്. തന്നോട്ടെ? Yes, sir.
ഇതാ അടുത്ത ചോദ്യം. അടുത്ത പേജിലേക്ക് അടുത്ത ചോദ്യം വരുന്നു. പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ഹോൾ നമ്പേഴ്സ്. ചോദ്യം വായിക്കൂ മുഹമ്മദ് റസ്താൻ. What is the product of first 5 whole numbers? ഫസ്റ്റ് 5 ഹോൾ നമ്പേഴ്സ്. എന്താണ് അതിന്റെ മലയാളം? ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്ര? യെസ്. അടുത്ത ചോദ്യം തരട്ടെ? Yes or no? Yes, sir. Yes, sir. Yes or no? Yes. Yes. അടുത്ത ചോദ്യം. x മൈനസ് a ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു എന്നാണ് അർത്ഥം. x മൈനസ് ബി, ഇത് നിങ്ങൾക്ക് മുതിർന്നവരോട് കൂടി ചർച്ച ചെയ്യാം. ഇൻറ്റു x മൈനസ് സി ഇൻറ്റു ഡാഷ് 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 അപ് ടു x മൈനസ്, നിങ്ങൾ പറ. Z. Z എത്രയാണ്? മുഹമ്മദ് റസ്താൻ, ഓപ്ഷൻ വേണോ? വേണം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വളരെ എളുപ്പമാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഗ്രൂപ്പിലൂടെ അറിയിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് വരും. ആ ചാനലിലൂടെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചറിയിക്കുക. നേരിട്ട് വിളിച്ചറിയിക്കേണ്ട നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാം. USSന്റെ ക്ലാസ്, ന്യൂമാത്സ്, LSS, NMMS ക്ലാസ്സുകളൊക്കെ വേറെ വേറെ തന്നെ ക്ലാസ്സുകളായിരിക്കും. എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കണക്കിന്റെ ക്ലാസ് ആണ്, ഏത് ക്ലാസ്സിലും നിങ്ങൾക്ക് കയറാം. പക്ഷെ USSന്റെ കുട്ടികളാണ് USSന്റെ ക്ലാസ്സിൽ പൂർണ്ണമായിട്ടും നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടവർ. അവരുടെ അറ്റൻഡൻസ് ഒക്കെ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളും പങ്കെടുക്കുക. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു പറയാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.